നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ മൂവിയിലെ ആ നെക്സ്റ്റ് സീനാണ്. അപ്പൊ കഴിഞ്ഞ സീനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നെടുമുടി ചേട്ടൻ ഇങ്ങനെ കേരളത്തിലേക്ക് പോയി ആരാണ് എന്തൊക്കെയാണ് എന്നുള്ള സംഭവങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് കളറി സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മർമ്മക്കല പഠിച്ചത് ടെററിസ്റ്റുകളാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് ശേഷം വരുന്ന സീനാണ്. കഴിഞ്ഞ സീനിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കോമഡിയും സംഭവങ്ങളും ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഉള്ള അല്ലെ കമൽ സാറും അതുപോലെ തന്നെ ആ ഒരു ട്രയാങ്കിൾ സംഭവങ്ങളൊക്കെ കുറച്ച് നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ സീനിലിട്ട് പോകാം. റെഡി? ആ ബീജിയം മാറിയുണ്ടോ അവിടെ? കടിക്കുന്ന ശങ്കർപടത്തിന് ഉണ്ടാവാറില്ലേ? ബസ്സും கொடுமைப்படுத்திய குற்றத்திற்காக கொண்டித்தோப்பு கடாகுமார் என்பவருக்கு சட்டத்தின்படி ரூபாய் 2000 அபராதமும் காயப்பட்ட மாட்டுக்கு தக்க சிகிச்சை அளிக்கவும் இதை செய்யாத பட்சத்தில் ஒரு வாரம் கடுங்காமல் தண்டனை அளிக்கிறேன். ഓ മറ്റേതോടത് ഓൺ ദി സ്പോട്ട് അല്ലേ ബസ്സിൽ? അയ്യോ അയ്യോ മൃഗങ്ങളെ എല്ലാത്തിനും പിടിച്ചോണ്ടോണം. ഒറിജിനലൊക്കെ ഉപയോഗിച്ചോട്ടോ. ആളുടെ ആക്ടിങ് ഉണ്ടോ? പക്ഷെ മറ്റേ ആക്ടറിന്റെ ശരിക്കും മറ്റേ കടത്തി അല്ലേ അതുപോലെ ഇല്ലേ? റേസിംഗ് കാണിക്കുന്നുണ്ടോ? ഓ അത് ജസ്റ്റ് അവിടത്തെ ഇതാണ്. ഇങ്ങനെ പിടിക്കാവുന്നൊക്കെയാണ്. காந்தி நகர்ல இருந்து திருடிட்டு வந்த நாய் கிளி பூனை எல்லாம் என்னடா பண்ண? முனியாடி விலாஸ்ல வித்துட்டேன். போட மாட்டு மண்டையா என்னடா நக்கல பதில் சொல்ற? ஓ ஃபைட். ஓ இதுவரைட ஃபைட் இல்ல இல்ல. നല്ല നല്ല ലൊക്കേഷൻ ആണ്. പക്ഷെ കിടു ഫൈറ്റ് ബീജം ഉണ്ടോ? വേറൊരു സ്റ്റൈലിഷ് ആയിരിക്കും. കമൽ സാറിന്റെ മെയ്വഴക്കം പിന്നെ നന്നായിട്ട് ചെയ്യും അല്ലേ? അത് ആ ഫൈറ്റ് ചെയ്യുന്ന നല്ല ഹെവി അല്ലേ? കറക്റ്റ് ഹെൽമെറ്റ് ഇട്ട് വന്നേക്കണേ കറക്റ്റ് ആയിട്ട്. ഓ ആ വണ്ടിയോട് കൂടി വലിച്ചിട്ട്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് കേട്ടോ ഫൈറ്റിന്റെ ഇടയിലും റിയലിസ്റ്റിക് ആക്കാൻ നോക്കി മാക്സിമം അല്ലേ? ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനോടെ ഉണ്ടാ இவர் யார் உங்க சன்னங்களா? பேர் என்ன சொன்னீங்க? அரியசாமி. இவரு அடுப்புல வந்து சாமின்னு வைங்க. അരിയസാമി അവരുടെ കോമ്പറ്റീഷൻ നല്ല രസമല്ലേ? അതല്ല ഫൈറ്റ് കാണിച്ചാണ്ടോ ഭയങ്കര റിയൽ സംഭവം പോലെ കാണിച്ചിട്ടുണ്ട്. നല്ല രസത്തില് കിടു കേട്ടോ. ആ കിടു കൊറിയോഗ്രാഫി.
അല്ലേ? അതുപോലെ അടിക്കുന്നു, ആ ആ. അടിച്ചുപോലെ അടിക്കുന്നു. ഇതുണ്ടോ കയ്യില് കുറെ സ്റ്റോക്ക്? ആ ഓ പൈസ ഇറക്കല് നന്നായിട്ട് ആ ഫൈറ്റിന്. ആളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു. അത് അഗൈൻ ശങ്കർ സ്ഥാനാണ്. ടച്ച് ടച്ച്. ആ ഓ റിയൽ ആയിട്ടുണ്ട് ആൾക്കാരുണ്ട്. റിയൽ ഫൈറ്റേഴ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റണ്ട് ചെയ്യുന്നവരുണ്ടാവും അല്ലേ? അത് VFX അത് അവിടെ. കാണാൻ പറ്റും. ആ. ഓ അത് പിന്നെ രസമുണ്ടായിരുന്നു കേട്ടോ ആ ഷോ. അത് കറക്റ്റ് മനസ്സിലാവും. പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പണ്ട് ശങ്കർ പടത്തിൽ ഉണ്ടാവുള്ളൂ. ഇടപെടുന്നുണ്ട്. വണ്ടിയിലങ്ങ് കയറ്റി വിട്ടിട്ട് ഇടുന്ന് ജ്യൂസൊക്കെ കുടിക്കുന്നു. ഇവിടെ എൻജോയ്ണാ. ഓ വലിച്ചു കെട്ടിട്ട് அந்த பொண்ணு வீட்டுல இருந்து எடுத்த மிருகத்தை எல்லாம் என்னடா பண்ண? இன்னைக்கு சாயந்தரம் அந்த பொண்ணு வீட்டுல இருந்து எடுத்த மிருகத்தை மறுபடியும் டெலிவரி பண்ணல, உனக்கு டெலிவரி ஆயிடு. என்ன இன்னைக்கு சத்துருங்க. ആ പക്ഷെ ആ സമയത്തൊക്കെ പറഞ്ഞോളൂ ശങ്കർ പടത്തിൽ എങ്ങനെ ടെക്നോളജി ഉപയോഗിക്കാൻ നോക്കുന്നു. தமிழ பேசுகிறா சார். 2 பேரும் ஆபீஸ் போகணும், ரொம்ப லேட் ஆயிடுச்சு. எல்லா டாக்குமெண்ட்ஸ் வச்சிருக்கோம் சார். ஆர்சி புக், டிஎல், டாக்ஸ் டோக்கன், எமிஷன் சர்டிஃபிகேட். ഓ അടുത്ത എന്തോ പ്രശ്നം. கூட போட்டு வச்சிருக்கு ரெகுலேஷன் பிரகாரம். நம்பர் பிளேட் கூட டைமென்ஷன் படி எழுதிருக்கும். எங்க சைடுல எந்த தப்பும் இல்லை சார். விட்டுருங்க சார். 5 நிமிஷம் லேட் ஆனா கூட நான் சொல்றேன் சார். அப்படியா? ஆமா, ஸ்டாப் லைனை தாண்டி எதுக்கு வண்டி நிறுத்துனீங்க? என்ன சார் இது அநியாயமா இருக்கு? நான் பாட்டு கிரீன்ல வந்துட்டு இருக்கேன், கான்ஸ்டபிள் நிறுத்த சொன்னாரு, நிறுத்துங்க. அதுக்காக ஸ்டாப் லைனை தாண்டி வண்டி நிறுத்தினா எப்படி? டிராஃபிக் ரூல்ஸ் படி அது அஃபென்ஸ் தெரியுமா? ஓ அங்க போய் 500 ரூபாய் மொபைல் கோட்ல கட்டுறீங்களா இல்லைங்க 150 முடிச்சுக்கலாம்? என்ன சார் இது அக்கறமா இருக்கு? எந்த ரூல்ஸ் மேல அதுக்கு 150 ரூபாய் கேக்குறீங்களா? அந்த ஷூவை காட்டுங்க. அதை எடுத்து அது மேல வை. சார்ஜென்ட், இந்த ஷூவை நல்ல பளபளன்னு தொடச்சு கொடுத்துட்டு இவர்கிட்ட 150 ரூபாய் வைக்க. யாரே நீ? மக்கள் தான் வாங்கல கிழட்டு. ഓ அந்த சாவியை கொடு. முடியாதியா? என்ன பண்ணுவ? ഓ എന്നെ കൺട്രോൾ ചെയ്യുന്നല്ലേ ഓരോ സാധനങ്ങൾ. கொடுடா சாவியை. பாட போடணும் பல்ல பேச்சு ராஸ்கல். കൊടുറാ സാം. ഓ കിട്ട് ആൾക്കാരുടെ ഹാപ്പി എന്താ അറിയോ? കൂടത്തെല്ലാം കാണിച്ചോണ്ടിരിക്കുന്നില്ലേ? നമുക്ക് കൊടുക്കാൻ തോന്നുന്നു ആ. അല്ലേ? ആ ഷൂ എടുത്ത് തുടച്ചു കൊടുക്കുന്നത്. ആ പൈസ ഇരിക്കുന്നല്ലേ? ആ കുറച്ച് കൊടുത്തിട്ട് പൈസ മേടിക്കും. By the way, who are you? Me? I'm an Indian. Why Indian? പൊളിച്ചല്ലത് സീന്. ഗൂസ് ബം സീൻ കേട്ട സീന് ഓവർ ബീജിയം ഇല്ലാണ്ട്. அவன் தான் சரியான காட்டான். அவங்கிட்ட இருந்து சந்துரு இவ்வளவு மிருகங்களை மீட்டு கொடுத்திருக்கிறதே பெரிய விஷயம். நீ மூஞ்சியை தூக்கி வச்சிருக்கிறதுனால எல்லாம் பாரு ஒண்ணுன்னு இருக்குதுங்க. എല്ലാം തിരിച്ചു കിട്ടിയല്ലേ? ஐஷு, உனக்கா நான் உன் பொண்ணு வந்திருக்கேன். வந்து எனக்கு டெம்போ வேணும், ஒண்ணு வேணும். நீ வா, என் வந்து பாரு. வா. கமான் ഓ மேடம். കൊണ്ടുകൊടുക്കുന്നേ ഉള്ളോ? ஏய், அந்த ராஜஸ்தான் டாக்கி கீழே இருக்கு. ഓ ഇല്ല പുതിയതാ? ഇതാണ് வா. ഒട്ടകം. ഐ My God, how sweet, how cute. ஏறக்குறைய அழகா தான் இருக்கு. என்ன உதடு மட்டும் தோன்னு சப்பாத்தி மாவை கையில பேச மாதிரி இருக்கு. மூக்கு காத்தோட்டமா இருக்கு. மத்தபடி எல்லாம் அழகா தான் இருக்கு. ക്യൂട്ടല്ലേ കാണാൻ? ആ ஐயோ, இதுக்கு பரவ மாத்திட்ட. மூஞ்சிய நக்கூடாதீங்க, உப்பு தாள தேய்ச்ச மாதிரி சொரசரன்னு ஆகிடு. ആ. I love it. என்ன பேர் வைக்கலாம்? அது சிஞ்சன் ஆகிடு. அதுவும் நல்லா தான் இருக்கு. பேர் வைக்கலாமா? வெரி குட் நேம். லட்சுமிகரமான பேரு இந்திய பேரு. ആ. சில பரவி டீசெண்டா நம்ம கண்டிக்கலாம். பார்த்தா
ഓ എല്ലാ സീനും ഒരുമിച്ചുകൊണ്ടെന്നല്ലേ, ഫൈറ്റ്, മാസ്, അത് റൊമാൻസ്, ഒറ്റ സീനില് ഏകദേശം അടുത്തടുത്ത്. കിടില ഫ്രെയിമും. മറ്റേ പാട്ടല്ലേ അല്ലേ? അതുകൊണ്ട് എന്തായാലും അടുത്തത് ചെയ്യാം. പൊളി കേട്ടോ, കിടിലൻ സീന്. പൊളി സീൻ, അതായത് എല്ലാം ഉണ്ടായിരുന്നു. നമ്മളറിയില്ലേ, എല്ലായിടത്തും ഇന്ത്യൻ വന്നിട്ട് ഇങ്ങനെ കുത്തിക്കൊല്ലുന്നില്ല അല്ലെ, മാറ്റാൻ പറ്റുന്ന സംഭവങ്ങളിലൊക്കെ മാറ്റുന്നുണ്ട്. അതും ഇവിടെ ഡയറക്റ്റ് ഹിറ്റ് ആണ്. അതായത് ഓപ്പൺ ആയിട്ട് വന്ന് പുറത്ത് വന്നിട്ട് ഡേ ടൈമിന് വന്ന് നല്ല കിട്ടിയ നല്ല സംഭവം, അതും പബ്ലിക്കലി അല്ലെ. അത് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രായമായിട്ടുള്ള ആള് വന്നിട്ട് എന്താ പറയാ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നു അധികം ആളുകൾ അവിടെ പ്രതികരിക്കാതിരുന്നത്. കാരണം വെച്ചാൽ അത് അവിടെ പ്രതികരിക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ്. കറക്റ്റ് അവിടെ ഒരു സീനിയർ സിറ്റിസൺ തന്നെ വന്നിട്ട് പ്രതികരിക്കേണ്ട ആളെന്നെ പ്രതികരിച്ചപ്പം അവിടെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ മാക്സിമം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. കത്തി മാത്രല്ല, മർമ്മം ശരിക്കും അവിടെ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിന് മുന്നേ ഉള്ള ഫൈറ്റ് സീനും പൊളി കേട്ടോ. അതായത് നമ്മളെ യങ് കമൽ സാർ ഒരു രക്ഷയില്ല ആ ഫൈറ്റ്. അതും ആ ഫൈറ്റിനകത്ത് കുറെ സാധനങ്ങൾ ഭയങ്കര ഒറിജിനലി ഷോട്ടാണ്. അതായത് ആകെ 1-2 സ്ഥലത്ത് മാത്രമേ VFX ഉപയോഗിച്ചുള്ളൂ. അതും VFX എന്ന് പറയുന്നത് നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ ശങ്കറിന്റെ പടത്തിൽ മാത്രമേ നമ്മൾ VFX കാണാറുള്ളൂ. പക്ഷെ അത് മാത്രമല്ല, കിടിലും ഫൈറ്റ് സീൻ കേട്ടോ. അതായത് ആ കാറിന്റെ ഒറിജിനലി ആ കാറിനൊക്കെ പോയി വീഴുന്ന കണ്ടില്ല, അതിന്റെ അകത്ത് തന്നെ ആ ഒറിജിനൽ സ്റ്റൺസ് ചെയ്യുന്ന ആൾക്കാരൊന്നും ചെയ്തിരിക്കുന്നത്. കാരണം അക്കാലത്തെ കൂടുതൽ ബഡ്ജറ്റ് ശങ്കർ മൂവീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷ്വലി കാണാനായിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോ ഇപ്പൊ കാണുമ്പോ നമുക്ക് അത് കുറച്ചിതൊക്കെ ആയിട്ട് തോന്നും, പക്ഷെ അക്കാലഘട്ടത്തിൽ അതൊരു മുത്തായിരുന്നു അല്ലെ. അത് മാത്രമല്ല, അത് കഴിഞ്ഞ അവസാനം എഗെയിൻ റൊമാൻറ്റിക്കിലോട്ട് പോയല്ലേ. അതും ആ നല്ല രസത്തിൽ തന്നെ ആ സോങ് തുടങ്ങുകയും ചെയ്തു. വെറുതെ പെട്ടെന്നൊരു സോങ് അല്ല അല്ലെ, ആ സോങ്ങിന് വേണ്ടി കറക്റ്റ് സിറ്റുവേഷൻ കൊണ്ടുവന്ന് കറക്റ്റ് ഒരു സോങ്ങും. അപ്പൊ എന്തായാലും ശരിക്കും എനിക്ക് ആ സോങ് റിയാക്ഷൻ ചെയ്യണമെന്നുണ്ട്. കാരണം അതിന്റെ വിഷ്വല് ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. പക്ഷെ ഈ സോങ് കുറേ വട്ടം ഞാൻ കേട്ടിട്ടുണ്ട്, റേഡിയോയിലൊക്കെ ഇങ്ങനെ വരുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ 1-2 സ്ഥലത്തൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അതായത് പ്രത്യേകിച്ച് കമൽ സാർ ഡാൻസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ. പക്ഷെ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ വീഡിയോ സോങ്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും.